ഒരാൾ അയർലൻഡിൽ, ഒരാൾ അമേരിക്കയിൽ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന സഹോദരങ്ങൾ. ഷൈനിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഷൈനി എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം, ഒരു ബന്ധു അവരുടെ ഈ നോബി എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു ബന്ധു ഈ ഷൈനിയെ അന്വേഷിച്ചിട്ട്, അതായത് കല്യാണം കഴിപ്പിച്ചു വിട്ട് വീടാണ്, അപ്പോൾ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ച വീട്ടിൽ പോയപ്പോഴേ അയാളുടെ മുന്നിലിട്ട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതായത് നല്ല രീതിയിൽ മർദ്ദിച്ചു. അയാൾ പോലും അതിശയപ്പെട്ടു പോയി. ഈ അച്ഛനും കന്യാസ്ത്രീമാരും മറ്റേവരും ഇവരെല്ലാം ഈ പ്രമാണിയായ തറവാട്ടുകാർ ഇതുപോലെ പെരുമാറുന്നത് കണ്ടപ്പോഴേ ഈ ബന്ധു പോലും അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത്. അതായത് ഈ ഷൈനി എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് കേസ് കൊടുത്തതെന്ന് 9 മാസം മുന്നെയാണ്. ഷൈനിയുടെ ജോലി അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേലക്കാരിയെ പോലെയാണ്. ആ വീട്ടിലെ അനുജൻ്റെ ഭാര്യ, സ്വന്തം സഹോദരൻ്റെ ഭാര്യയുണ്ട്, ഈ നോബിയുടെ സഹോദരൻ്റെ ഭാര്യ, അതുപോലെ നോബിൻ്റെ സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്. ഇവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും എടുക്കത്തില്ല. എല്ലാ പണികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയുടെ തലയിലാണ്. ഷൈനിയാണ് എടുക്കേണ്ടത്. 4 മണിക്കാണ് ഷൈനി എഴുന്നേൽക്കുന്നത്. പശുവിനെ കുളിപ്പിക്കണം, കറക്കണം, അതുപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്, ഇതൊക്കെ വെള്ളം നനക്കണം, പിന്നെ ഇത് പറിച്ചു കൊണ്ട് കൊടുക്കണം, മാർക്കറ്റിൽ വരെ കൊണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ രാത്രി മാത്രമാണ് ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടുക എന്നാണ് ഷൈനിയുടെ അനുഭവം. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇത്രയും വലിയ പണക്കാരാണ്. അതായത് സഹോദരങ്ങളും ഇവരെല്ലാവരും വലിയ പണക്കാരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെയും ഈ കന്യാസ്ത്രീയുടെയും മുന്നിലിട്ട് പോലുമാണ് നോബി ക്രൂരമായിട്ട് ഈ സ്ത്രീയെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പോലും അവർ ഒരാൾ പോലും മിണ്ടൂല. ഒരാൾ പോലും നീ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കത്തില്ല. കാരണം ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡിസ്റ്റുകളാണ്. അതായത് ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇവരിങ്ങനെ വിഷമിക്കുന്നത് കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരാരും ഒരാൾ പോലും മിണ്ടാതിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 മാസം മുന്നേ ഈ ഷൈനിയെ അവിടുന്ന് അടിച്ചിറക്കുകയാണ് ചെയ്തത്. അടിച്ചിറക്കിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയുടെ പേരിലുണ്ടായിരുന്ന വണ്ടികളും അതുപോലെ ഇൻഷുറൻസുകളും ഇതൊക്കെ മാറ്റിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഷൈനി അത് മാറ്റിക്കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ നിരന്തരമായിട്ട് വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കും, പോയി ചാവടി എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് മെസ്സേജുകൾ അയക്കും. അതായത് നിന്നെ ഒരു സ്ഥലത്ത് പോലും ജോലിക്ക് നിർത്തത്തില്ല എന്നുള്ള തരത്തിൽ ഭീഷണിപ്പെടുത്തും. ഈ നോബി എന്ന് പറയുന്ന കാട്ടാളനും അവൻ്റെ സഹോദരനും കൂടിയിട്ട് ഇവർ അന്വേഷിക്കുന്ന ജോലികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാതിരിക്കാനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതായത് ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോഴും ഇവർക്ക് ജോലി കിട്ടത്തില്ല. അവസാനം ഇവരുടെ അയൽവാസിയായ പാഞ്ചി എന്ന് പറയുന്നയാൾ, അയാൾക്കൊരു ദയ തോന്നിയിട്ട് അയാളുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കുകയാണ്. എല്ലാവർക്കും അയാൾ കൊടുക്കുന്നത് 15,000 രൂപ സാലറി ആണെങ്കിൽ ഷൈനിക്ക് അയാൾ കൊടുത്തത് 16,000 രൂപയാണ്. അതായത് ഷൈനിയുടെ ആത്മാർത്ഥതയും പിന്നെ ഷൈനിയുടെ കഷ്ടപ്പാടുകളും ഇതൊക്കെ കണ്ടിട്ടാണ് അയാൾ പൈസ കൊടുത്തത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ, 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഷൈനി വന്നിട്ട് പറയുകയാണ്, ഞാൻ നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ കുര്യാക്കോസ് ഈ സ്ഥാപനത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. ഈ കുര്യാക്കോസിനോട് ആര് വന്ന് പറഞ്ഞിട്ടും കുര്യാക്കോസ് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ഷൈനിയുടെ ജോലി അവിടെ നിന്നും നഷ്ടപ്പെടുകയാണ്. ഒരു പക്ഷേ ഈ കുര്യാക്കോസ് കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിക്ക് ജോലി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാഞ്ചോയുടെ കയ്യിൽ ഈ പിന്നെ അവരുടെ സ്ഥാപനത്തിലാണ് ജോലി എങ്കിൽ ഷൈനി ഇന്ന് ജീവിച്ചിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ ഈ ബന്ധു എന്ന് പറയുന്നയാൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അയാൾ ഇന്ന് പറഞ്ഞപ്പോൾ അയാൾ പേരൊന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖം കാണിക്കാനോ പേര് കാണിക്കാനോ ഫോട്ടോ കാണിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അയാൾ പറയുന്നുണ്ട് എൻ്റെ അടുത്ത ബന്ധുവാണ്, അതുമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഈ കുര്യാക്കോസിൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ ആളെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം, ഒരു വേലക്കാരിയെ വരെ നമ്മളാരും അടിക്കോ പിടിക്കോ ഒന്നും ചെയ്യില്ല. വേലക്കാരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളവും കിട്ടും, അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യം കിട്ടും, പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ജോലിക്ക് ഇത്ര സമയം ഉണ്ടാവും. പക്ഷേ ഷൈനിക്ക് അങ്ങനെ സമയമൊന്നുമില്ല. ഷൈനി രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് രാത്രി വരെ ഷൈനിക്ക് പണി തന്നെയാണ്. ആ സഹോദരൻ്റെ ഭാര്യ, അതായത് ആ സഹോദരൻ്റെ ഭാര്യയുടെ അടിവസ്ത്രം വരെ അലക്കി കൊടുക്കുന്നത് ഷൈനിയാണെന്നാണ് പറയുന്നത്. അവർ പോലും ഒരു ജോലി പോലും ചെയ്യത്തില്ല, ഒരാൾ പോലും ഒരു ജോലി ചെയ്യത്തില്ല. ഇപ്പം ഈ അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ്റെ ഭാര്യയും സഹോദരിയും ഇവരെല്ലാവരും വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ ഷൈനി പോയത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പിന്നെ അത് മാത്രമല്ല ഷൈനിയെ ഈ എൻ്റെ മകൻ മർദ്ദിച്ചിട്ടില്ല, അവളെ വെറുതെ ഇറങ്ങിപ്പോയതാണ് എന്നൊക്കെ ഈ പാപം പിടിച്ചതുപോലെയായിട്ട് ഈ അമ്മ എന്ന് പറയുന്ന ഈ തള്ള,
അതായത് ഈ പിന്നെ കഴിവേറി ഉണ്ടല്ലോ, മറ്റേ എന്നാ മറ്റേ നോബി, ഈ നോബി എന്ന് പറയുന്ന കഴിവേറിയുടെ അമ്മ പറയുന്ന വാക്കാണെന്ന്. അന്നേ നമുക്കറിയാം ഇത് കുടുംബങ്ങളെ മുഴുവൻ വെളുപ്പിക്കാനുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ വെച്ചാൽ ഇവർക്കൊന്നും ഒരു ദുഃഖവും ഇല്ല, ഒരാൾക്ക് പോലും ഒരു ദുഃഖമില്ല എന്നുള്ളതാണ്. പിന്നെ ഷൈനിയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ലക്ഷം രൂപയല്ല, ഇനി പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 സഹോദരങ്ങൾ ഒരു 10,000 രൂപ വെച്ച് ഇവർക്ക് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഈ അമ്മയും മക്കളും ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ ഈ സഹോദരങ്ങൾ രണ്ടും കൊടുക്കാൻ തയ്യാറല്ല. അതായത് അവർക്കൊന്നും ഒരു എന്താ പറയുക ഇവിടെ നിൽക്കാൻ തന്നെ അവർക്കൊന്നും സമയമില്ല. ഇപ്പോഴും പലതരത്തിലുള്ള വാക്കുകളാണ് വരുന്നത്. ഈ 2 സഹോദരങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷങ്ങൾ സാലറി മേടിക്കുന്നവരാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ അയർലൻഡിൽ, ഒരാൾ എന്ന് പറഞ്ഞത് അമേരിക്കയിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ. പക്ഷെ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കണ്ടതായി ഭാവിച്ചില്ല. അതായത് ഈ സ്വന്തം വീട്ടുകാരുമില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുമില്ല, ഒരാളുമില്ലാതെ ഈ നടുത്തെരുവിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഷൈനിക്ക് പറ്റിയൊരു ഫൗൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഞ്ചോ എന്ന് പറയുന്ന അയാളുടെ അടുത്ത് നിന്നും പിന്നെ ജോലി റിസൈൻ ചെയ്ത് വന്നത് ഒരു വലിയ അബദ്ധമായി പോയി എന്നേ പറയാനുള്ളൂ. കാരണം അവിടെയാണെങ്കിൽ ഒരു പക്ഷേ ഷൈനിയും കുഞ്ഞുങ്ങൾക്കും ഇന്ന് മാന്യമായിട്ട് ജീവിക്കേണ്ട ഒരു സാലറി അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അതുമാത്രമല്ല ഷൈനി തന്നെ പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ കൂടി അവർക്കതൊരു വലിയ ആശ്വാസമായേനെ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിയും മക്കളും മരിക്കാനുള്ള തീരുമാനം ഈ 3 ലക്ഷം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നോബി എന്ന് പറയുന്നവൻ്റെ ആ ഒരു തള്ളയുണ്ടല്ലോ, പേരട്ട തള്ള, ഈ തള്ള ഉളുപ്പില്ലാതെ പറയുകയാണ്. അന്ന് പറയുന്നു 3 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ചോദിക്കണം അത് എവിടെയാണ് കൊണ്ട് ചിലവാക്കിയത് എന്ന്. തള്ളക്ക് കൃത്യമായിട്ടറിയാം തൻ്റെ ഭർത്താവിൻ്റെ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത്. അതായത് ഒരു സഹോദരനോ ഒരാൾ കൊടുക്കാഞ്ഞപ്പോഴും ഈ പിന്നെ ഷൈനി എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ അമ്മായി അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപയാണ് കടെടുത്തത്. അതെന്താ ആർക്കും വേറെ ഈ പിന്നെ സഹോദരിമാരുണ്ട്, അവരൊന്നും കൊടുക്കില്ല. അതുപോലെ തന്നെ മക്കളുണ്ട്, അതും കൊടുക്കത്തില്ല. ഒരാൾ പോലും കൊടുക്കാതെ ഈ അമ്മായിയപ്പൻ നരകിക്കുമ്പോൾ ഈ പിന്നെ യുവതിയാണ് പൈസ എടുത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു നന്ദി പോലും ഇവറ്റകൾ ഒരാൾ പോലും പിന്നീട് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേട്ടാ നിങ്ങൾക്കിത് നിർത്താറായില്ലേ, എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് നിരവധി ഷൈനിമാർ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഒരുപാട് ഷൈനിമാർ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ പൊരുതണം എന്നാണ് പറയാനുള്ളത്. അതായത് എന്ത് കണ്ടു കഴിഞ്ഞാലും പോയിട്ട് പണിയുണ്ടോ നോക്ക് തന്നെ പറയണം, വായ തുറന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കും. കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യണമെങ്കിൽ ഞാനിവിടുത്തെ വേലക്കാരിയല്ല, എന്നെ പോലെ കൊണ്ടുവന്നതാണ് സഹോദരൻ്റെ ഭാര്യ, അവളെയും കൊണ്ടുപോവാ, അവളെയും കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. അല്ലാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ഗതിയായി പോകും. കാരണം നല്ലവരായ അല്ലെങ്കിൽ നല്ലതായിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊന്നും അതിന് കൂട്ടാക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഷൈനി ക്രൂരമായ മർദ്ദനത്തിനാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ഇരയായത്. അതുമാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഈ സംഭവം. അതാണ് അയാൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. ഒരു ബന്ധു വന്ന് നിൽക്കുമ്പോൾ, ഒരു വിരുന്നുകാരൻ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ അവരാരും ഇല്ലാതപ്പോഴും എത്രമാത്രം ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടാകും. അതാണ് ആ ഒരു ബന്ധു പറഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം.